ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കണം കൂടി കാണിച്ചു തരണ്ടേ. നമുക്ക് ചെമ്മീൻ നന്നാക്കി എടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ഈ ചെമ്മീൻ്റെ പുറം ഭാഗത്തായിട്ട് ഇങ്ങനെ ആ ഒരു തോടിന് ഇങ്ങനെ ഓരോ പാർട്സായിട്ടൊരു ഒടിവുണ്ടാവില്ലേ, അപ്പോൾ അതിലൊരു ഒടിവിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സെൻറ്റർ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒന്ന് ഒടിച്ചു കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തോട് ഭാഗം അപ്പോൾ വിട്ടുവരും. അന്നേരം ആ തോടുഭാഗം ഇതേപോലെ ഒന്ന് അകത്തി എടുത്തിട്ട് ആ തലഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കോട്ട് വലിക്കുമ്പോഴത്തേക്കും ആ പരിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെമ്മീൻ പരിപ്പ് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ രീതിയിൽ തന്നെ ബാക്ക് സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ചെമ്മീൻ നന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുടലിരിക്കുന്നത് മുകൾ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടെ കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ കുടലൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ തലഭാഗം ആദ്യം തന്നെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ആ തോടൊന്ന് ഒടിച്ചിട്ടൊന്ന് അടർത്തി മാറ്റിയെടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് നന്നാക്കി എടുക്കാവേ. ചെമ്മീൻ പരിപ്പ് നന്നാക്കി എടുക്കാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടൊന്ന് നന്നാക്കി എടുക്കാം. മുഴുവൻ ചെമ്മീനും നന്നാക്കി എടുത്തിട്ട് ഒരു 5-6 പ്രാവശ്യമായിട്ട് നല്ലോണം കഴുകിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണേ. ഇനി നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ ഒത്തിരി ഉണക്കിയെടുക്കണ്ട കേട്ടോ. ഇതൊന്ന് ഒരുപാട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ബലമായിട്ടിരിക്കും, ഒരു റബ്ബർ പോലെ. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. കാരണം ചെമ്മീനിൽ ഒരു വെള്ളമുണ്ട്, അതൊന്ന് ഊറി വന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതുവരെ ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഒത്തിരി വെള്ളമുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കോരിയെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി കട്ട് ചെയ്തതും, 2 ടേബിൾ സ്പൂണ് ഇഞ്ചി, 2 ടേബിൾ സ്പൂണ് പച്ചമുളക്, ഇത്രയും ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 2 സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം വരെ എടുക്കണേ. ഇതിപ്പോൾ വലുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാവേ. ഇപ്പോൾ സവാളയുടെയൊക്കെ ഒന്ന് കളറൊന്ന് മാറി വന്നിട്ടില്ല. ഈ ടൈമിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയില്ലേ, അത് 1-1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയേ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരുന്നതാണ്. ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടണോ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് അളവിൽ വരെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ. നമ്മൾ ചേർത്തേക്കുന്ന ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് മതി കേട്ടോ. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെമ്മീനില്ലേ അത് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഈ രീതിയിലുള്ള ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവും. അതുകൂടാതെ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുകയും കൂടി ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.